ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കാശ്മീരി റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് നവരത്ന കുറുമ. വെജിറ്റബിൾ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കാശ്മീരി ഒരു വെജിറ്റബിൾ കുറുമ. ഇതിൻ്റെ പേര് നവരത്ന കുറുമ. നല്ല ചോറിലേക്കും അതേപോലെ പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം, ഒരു അഡാർ ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടത്, ഞാനിപ്പോൾ ഒരു 3/4 കിലോ ഉള്ളി സ്ലൈസ് ചെയ്തതും പിന്നെ ഒരു 100 ഗ്രാം കാഷ്യൂനട്ട് കൂടി ബോയിൽ ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വിടുന്ന വെജിറ്റബിൾ ആയിട്ട് ഒരു 3 പൊട്ടാറ്റോ, 4-5 ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ 2 തരം മുന്തിരികളുണ്ട്, കറുപ്പും വെള്ളയും, പിന്നെ ആപ്പിള്, റുമാന് തുടങ്ങിയ സാധനങ്ങൾ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ ചെയ്യുന്ന റൈസ്, അത് കാശ്മീരി പുലാവ് എന്നീ 2 സാധനങ്ങൾ ഇപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബീൻസ് ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മറ്റുള്ള വെജിറ്റബിളെല്ലാം ഇതേപോലെ പൊട്ടാറ്റോ, ക്യാരറ്റ് അത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്ത് അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ആദ്യം ഇടുന്നത് പൊട്ടാറ്റോയും ക്യാരറ്റുമാണ്. അതൊരു ഹാഫ് കുക്ക് അതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ബീൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. അതൊരു 10-15 മിനിറ്റ് നേരം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ കോളിഫ്ലവർ വെട്ടി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിടുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചത്ത് മേലോട്ട് പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓനിയനും കാഷ്യൂനട്ടും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊരു ജാറിലേക്ക് എടുത്ത്, മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ചാന്ത് പോലെ അരച്ച് എടുക്കണം. ഈ അരച്ചതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഒരു ചെമ്പ് വെച്ച് അതിനകത്ത് ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു 100 ഗ്രാം ബട്ടറാണ്. ബട്ടറില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓയിലുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ അരച്ച ഈ ക്രീം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചാൽ അത്രയും നല്ലതാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ച വെജിറ്റബിൾ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതും കൂടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീം. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും നല്ല തിക്ക് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നത്. അതിൽ ആപ്പിള്, 2 തരം മുന്തിരികൾ, പിന്നെ റുമാന്, അത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മളൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വളരെ നല്ല രീതിയിൽ വെന്ത് വരുന്നതാണ്. ഒരു 5 മിനിറ്റ് മാത്രം പിന്നീട് നമ്മൾ കുക്ക് ചെയ്യേണ്ടതുള്ളൂ. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കസൂർ മേത്തിയാണ്. ഒരല്പം കസൂർ മേത്തി ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പുതിനയാണ്. ഒരു 4-5 തണ്ടിൻ്റെ പുതിന മാത്രം നമ്മൾക്ക് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് സാഫ്രോണാണ്, എന്ന് വെച്ചാൽ കുങ്കുമം. അതുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിത് മറ്റൊരു ഡിഷിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ നല്ല ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്ന എല്ലാവരും. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. ഓക്കെ, ബൈ.